ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ചെറിയ ആളെ മേടിച്ചിട്ടും പുളിയിട്ട് അരച്ച് കറി വെച്ചിട്ടോ, തേങ്ങയും മുളകും എല്ലാം കൂടി പച്ചമുളകും ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി അരച്ചങ്ങാണ്ട് കറി വെച്ച്. പിന്നെ എൻ്റെ ഫേവറേറ്റ് താരം ഉണ്ട് കേട്ടോ. ഇന്ന് മാർക്കറ്റിൽ ചെന്നപ്പോൾ ഈ സംഭവം നിൽക്കണം. ആദ്യം കയറി മേടിച്ചിട്ടാണ് കടച്ചക്ക അപ്പോൾ ചെമ്മീനിട്ട് വെച്ചതാണ്. പിന്നെ ഒരു ഉപ്പാങ്ങ എടുത്തിട്ടായിട്ടില്ല, എന്നാലും ഒരു കൊതിക്ക് വേണ്ടി എടുത്തു. കട്ട് ചെയ്തിട്ട് ഇത്തിരി മുളക് പൊടിയും പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കിയേക്കണേ. ഇത്തിരി ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ, ചതച്ചിട്ട്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്കിന്നേ പച്ചക്കറി സ്പെഷ്യൽ കടച്ചക്കയാണ് കേട്ടോ. കടച്ചക്ക മുന്നം കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇത്തിരി ചെമ്മീനിട്ട് ഉലത്താൻ പോവാണ്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്. 2 പച്ചമുളകും കൊണ്ടിട്ടിട്ടുണ്ട്. അല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിലേക്ക് 5-6 ചെമ്മീനിട്ട് കൊടുക്കാം. ഇവിടുത്തെ തന്നെ ചെമ്മീനാണ് കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കടച്ചക്ക ഇട്ട് കൊടുക്കുക. ഒരു 1/2 കിലോത്തിൻ്റെ ചെറിയൊരു കടച്ചക്കയായിരുന്നു കേട്ടോ. അതിൻ്റെ തൊണ്ടും പാണിയെല്ലാം കളഞ്ഞ് കഴിയുമ്പോൾ ഒരു 350 ഗ്രാമേ ഉണ്ടാവുള്ളൂ. ഒരുവിധം നല്ല മൂത്തയൊക്കെ ആയിരുന്നു. കേട്ടെ. അപ്പോൾ നമ്മുടെ കടച്ചക്ക നോക്കാം. കടച്ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് റെഡിയാക്കണേണ്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തേക്കാം. നമ്മുടെ കടച്ചക്കയും ചെമ്മീനും കൂടിയുള്ള കറിയും റെഡിയായി. അപ്പം നമുക്ക് ചാള കറി വെക്കാം കേട്ടോ. ഞാൻ അരപ്പൊക്കെ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പച്ചന അങ്ങോട്ട് കലക്കിയാണ് വെക്കണത് കേട്ടോ. അപ്പോൾ ഇതിൽ അരപ്പിൽ ഇപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പീര, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി അധികം ഇതിൽ അരച്ച് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് ഗെയിൻ ഇടേണ്ട കാര്യമില്ല. അരപ്പങ്ങാട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. ഒരു 4 പച്ചമുളക് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തിളക്കട്ടെ. അപ്പോൾ നമുക്ക് ചാറ് നോക്കാം കേട്ടോ. ചാറൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചാള ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് തിളച്ച് റെഡിയാവട്ടെ. അപ്പം നമുക്ക് ചാളക്കറി നോക്കാം. ചാള നന്നായിട്ട് എണ്ണയൊക്കെ തിരിഞ്ഞ് വറ്റിയേക്കണേണ്. ഇത്ര മതി. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. പരപ്പിങ്ങനെ താളിച്ച് റെഡിയാക്കണമെന്നില്ല. ഇങ്ങനെ പച്ചനെ ഇങ്ങനെ എല്ലാം കൂടി അരച്ച് റെഡിയാക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ചാളക്കറി റെഡിയായി. അപ്പോൾ കഴിക്കാം. ആദ്യം ദേ ഈ സാധനത്തിനായിട്ടാണ് കയറി പിടിക്കണത്. എൻ്റെ പൊന്നോ, ഈ കൊതിയുടെ ആശാട്ടിയാണ് കേട്ടോ ഞാനിതിൻ്റെ. ചെമ്മീനും കൂടി ഇട്ട് വെച്ചപ്പോൾ പിന്നെ പറയണ്ട. അതിന് 2 ദിവസം കഴിക്കട്ടെ ആദ്യം. എന്താ ടേസ്റ്റ്. ഓ, പിന്നെ നമ്മുടെ മത്തിയാണ്. ചെറിയ മത്തിയാണെങ്കിലും നല്ല ഉരുണ്ട ചാളയായിരുന്നു കേട്ടോ. തേങ്ങയും മുളകും എല്ലാം കൂടി അങ്ങോട്ട് ചുമന്നുള്ളിയും ഇഞ്ചി എല്ലാം കൂടി അരച്ചങ്ങോട്ട് ചേർത്താണ് വെച്ചേക്കണത്. പിന്നെ ഉപ്പുമാങ്ങയാണ്. ഉപ്പുമാങ്ങ ആയിട്ടില്ല. ഉപ്പുമാങ്ങയുടെ ഒരു അണ്ടി തന്നെ എടുക്കാം. മാങ്ങണ്ടി എടുക്കാം. 2 കഷ്ണം മാങ്ങ എടുക്കട്ടെ. കഴിക്കാം. അടിപൊളിയാട്ടോ. ചാറ് നല്ല ടേസ്റ്റുണ്ട്. നല്ല രസമുണ്ട്. നല്ല ഉരുണ്ട ചാളയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന്. പിന്നെ നമ്മുടെ കടച്ചക്ക ഒരു ചെറിയ കടച്ചക്കയായിരുന്നു കേട്ടോ. അത് ഇപ്പം തന്നെ തീരും. അടിപൊളി. മാങ്ങ ആയിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. സിമ്പിൾ സ്പെഷ്യൽ ഇതാണ്. ചാളക്കറി, കടച്ചക്ക, ഉപ്പുമാങ്ങ. എല്ലാവരും കഴിച്ചോ? എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്.